സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇന്നലെ കാട്ടാനയാൽ കൊല്ലപ്പെട്ട സീതയുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാ ന്യൂസ് ചാനലുകളിലും വാർത്ത വരുന്നത് ഭർത്താവാണ് കൊന്നത്, ഒരു കൊലപാതകമാണെന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൃത്യത അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ കൊല്ലപ്പെട്ട സീത താമസിക്കുന്ന വീട്ടിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചെന്നുള്ളത് കൃത്യമായിട്ടൊന്ന്. ഇന്നലെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഞങ്ങൾ 4 പേരായിരുന്നു ഞങ്ങൾ കാട്ടിലേക്ക് പോയത്. ഞങ്ങൾ ഈ വനത്തിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പടപ്പിൻ്റെ അടി ഒളിച്ചിരുന്ന ആനയാണ് ചാടി വന്ന് ഇവിടെ തട്ടി എൻ്റെ കുടുംബത്തിനെ തട്ടിയിട്ട്. എൻ്റെ കുടുംബത്തിനെ തട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചാടി എളുപ്പം ആനയുടെ മുമ്പിലേക്ക് ചാടുകയും ആനക്കിട്ട് ഞാൻ കൈകൊണ്ട് അടിക്കുകയും ചെയ്തു. ആനക്കിട്ട് അടിക്കുകയും ചെയ്തപ്പം എന്നെ ആന തോണ്ടി എറിഞ്ഞ് അടിച്ചെറിഞ്ഞ് എൻ്റെ ചങ്ങിൻ്റെ അകത്തൊക്കെ ഇപ്പോഴും വേദനയും ശ്വാസമുട്ടലും എനിക്കിപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആ സമയം കൊണ്ടാണ് ഈ സാജിമോനാണ് ഓടി വന്ന് അമ്മയെന്ന് പറഞ്ഞ് കാറിക്കൊണ്ട് വന്ന് എൻ്റെ കുടുംബത്തിനെ പിടിച്ച് മാറ്റുകയും, അന്ന് ഞാൻ സാജിമോനോട് പറയുന്നത്, എന്നെ നീ നോക്കണ്ട, എത്രയും വേഗം അമ്മേലെ അവിടെ നിന്ന് മാറ്റാൻ ഞാൻ പറയുകയും ചെയ്തു. അതെന്ന് വെച്ച് ആ സമയത്ത് എന്നെ തട്ടി തെറിപ്പിച്ചേച്ച് ആന പിന്നെയും തിരിച്ച് ഇവളുടെ അടുത്തോട്ട്, എൻ്റെ കുടുംബത്തിൻ്റെ അടുത്തോട്ടാണ് പോയത്. ആ പോയ കൊടുത്ത് ഏത് കയറി ചവിട്ടോ എന്തെങ്കിലും ചെയ്തതെന്ന് മാത്രം എനിക്ക് കാണാൻ പറ്റിയില്ല. ഈ സംഭവം അല്ലാതെ അന്ന് വെച്ച് ആന അവിടെ നിന്ന് ശക്കലം താഴോട്ട് മാറുന്നതിന് മുമ്പ് തന്നെ ആനയുടെ അടിയിൽ നിന്ന് തന്നെ സാജുവൻ അമ്മയെ എടുത്ത് മാറ്റി ശക്കല അപ്പുറത്തേക്ക് മാറ്റിയ ഉടനെ തന്നെ ഞാൻ ഉടനെ എന്നോട് അടുത്ത് അവളെ മാറ്റി അങ്ങോട്ട് കിടത്തിയ ഉടനെ ഞാൻ ഓടി. ഇവൻ എന്നെ വിളിച്ച്, അച്ഛങ്ങ് എളുപ്പം വാന്ന് പറഞ്ഞു. അപ്പോൾ ആന തൊട്ട് താഴെ നിൽപ്പുണ്ടായിരുന്നു. ആനക്കിട്ട് എൻ്റെ എനിക്ക് പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. ആ പട്ടി പോയി കടിക്കുകയൊക്കെ ചെയ്തത്. കടിച്ച് ആന ഓടിച്ചു. അപ്പൊ അതല്ല, അപ്പൊ ഇന്നിപ്പം വാർത്തക്കകത്ത് വരുന്നത് ഒരു കൊലപാതകമാണെന്നുള്ളതാണ് വരുന്നത്. സ്വന്തം മകൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ മോനെന്താ കണ്ടത്? എന്താ അന്നേരം നടന്നെന്താ? ഞാൻ പട്ടിയെ കാർച്ച് ഫസ്റ്റില് കേട്ടപ്പോ ഞാൻ ഓടിച്ചെന്നപ്പം അമ്മ ആനഴി കിടക്കുക. അച്ഛനെ അടിച്ച് തെറിപ്പിച്ചും ഒരു കുറ്റിയുണ്ട്, പടത്തി ആന കയറി വന്നപ്പോ അവിടെ നിന്ന് അതിന്റെ ഇടയ്ക്ക് അച്ഛൻ കിടക്കുക. അമ്മ ആനയുടെ ഇടയ്ക്ക് ഞാൻ ഓടിപ്പോയി അമ്മനെ ആനയുടെ ഇടയ്ക്ക് പിടിച്ച് മുള്ളിന്റെ ഇടക്കൂടെ വരിഞ്ഞു പോയി അമ്മനെ അപ്പുറത്ത് ഈഡി സൈഡുണ്ട്, അവിടെ കൊണ്ട് ഞാൻ നിന്നിപ്പിച്ച്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന കൊച്ചു വന്നപ്പോൾ മോളില്ല. ഞാൻ ഇവനെ വിളിച്ചപ്പോൾ അവൻ ഇറങ്ങി വന്ന് കാറിക്കൊണ്ടാ വന്നത്. എന്നിട്ട് അച്ഛൻ നോക്കണ്ടെന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞായിരുന്നു, എന്നെ നോക്കണ്ട പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ആന അച്ഛൻ ഇറമ്പി നിൽക്കുക. എന്നിട്ട് ഞങ്ങളൊരു പട്ടിയുണ്ട്, ആ പട്ടി ഓടിപ്പോയി തുമ്പിക്കഴി എവിടെ അറിയത്തില്ല കളി കൊടുത്തിച്ച് പട്ടിനെ അടിച്ചേർപ്പി വെയ്യാറടക്കുക പട്ടി. എന്നിട്ടും അമ്മനെ കൊണ്ടുപോയി അമ്മ പറഞ്ഞ് വെള്ളം വേണമെന്ന് പറഞ്ഞു എന്നോട്. അപ്പം അച്ഛൻ പോയി താഴെ പോയി വെള്ളം കോരി കൊണ്ടുവന്ന് അമ്മയ്ക്ക് ഒഴിച്ചു കൊടുത്ത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ ഫോണ് വിളിച്ച്, എൻ്റെ അനിയന്മാർ 2 പേരും വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞ് സ്ഥലം എവിടെ ചോദിച്ചു. ഞാൻ ചോദിച്ചു, അമ്മ പറഞ്ഞ് സ്ഥലം മീൻമുട്ടി തേരിയിലാണ്, മീൻമുട്ടിയിൽ മരയിലാന്ന് പറയാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ അമ്മമാർ 2 പേര് കയറി വന്ന്. അപ്പം ഞാനും കൂടെ ഇമ്മാരെ അടുത്ത്. അപ്പം അമ്മമാർ വന്ന വഴിക്ക് ആന ഇമ്മാരെ ഓടിച്ച് താഴെ വന്ന് എന്നെ വിളിച്ചു പറഞ്ഞ്. ഞാൻ പറഞ്ഞു തേരി സൈഡ് വഴി വരാൻ പറഞ്ഞു. ആന തട്ടിത്തെറിപ്പിക്കായിരുന്നല്ലേ അമ്മനെ തട്ടി തെറിപ്പിച്ച് എല്ലാം ചവിട്ടിയൊക്കെ ചെയ്ഞ്ഞ് കലയും പാത്രം എല്ലാം തിളങ്ങി കിടക്കും. അമ്മ മാരാപ്പി കിട്ടിയത് സാധനം ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. എല്ലാം തേങ്ങയൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട് നമ്മുടെ പുറത്ത്. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് ഇവര് പറയുന്നത്. അപ്പൊ ഇപ്പോൾ വരുന്ന ഈ വാർത്തകളെല്ലാം നിങ്ങൾ കണ്ടതല്ലേ? ഫോട്ടോ അല്ല, ഇപ്പൊ വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ, കൊലപാതകമാണെന്ന് വരുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കൾ, അപ്പൊ ഇവരെങ്ങനെയാണ് പറയുന്നത്? ഞങ്ങൾക്ക് ഓർമ്മ വെക്കാത്ത നാള് നമ്മൾ ബാലവാടി പഠിച്ചുകൊണ്ട് വന്നപ്പം ഇരപ്പം വന്ന് 2ാം അപ്പം വന്ന് കൂടിയതാ. ഒരു ഏറ്റവും ഇളയ കുട്ടിയുണ്ട്, എന്റെ അനിയത്തിയുണ്ട്. ആ പറഞ്ഞ കുഞ്ഞു കൈക്കൊച്ചായിരുന്നു. അന്നപ്പോ അച്ഛൻ ഈ 2ാം അപ്പം വന്ന് കൂടിയതാ. അതുവരെ ഇന്ന് വരെ ഞങ്ങളെ നോക്കിയത് അച്ഛൻ വന്ന് ഞങ്ങളെല്ലായിടത്തും നോക്കി. 7 മക്കളുണ്ട്. ഈ 2ാം അപ്പം വന്നപ്പോ 2 മക്കളുണ്ട്. ഫുള്ളായിട്ട് 9 മക്കളുണ്ട്. 9 മക്കളെ അച്ഛൻ ഞങ്ങളെ നോക്കുന്ന അച്ഛയാണ്. അച്ഛൻ അങ്ങനെ ഒരിക്കലും ചെയ്യത്തുമില്ല. ഇത് കിട്ടുകാതെ ഇറക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഈ വാർത്ത ന്യൂസ് ചാനലുകളിലൊക്കെ വരുന്ന വാർത്തകൾ വളരെ വ്യാജമായ വാർത്തയാണെന്നാണ്. അപ്പൊ വാർത്തകൾ കൃത്യമായി അറിയുക, അതിനുശേഷം വാർത്തകൾ നിങ്ങൾ പ്രചരിപ്പിക്കുക.